നിങ്ങൾ ഈ കാണുന്നത് ഫീമെയിൽ നെപ്പന്തിസിൻ്റെ പൂവാണ്. ഇതിലൊരു പച്ച കളറിലൊരു ഇത് കണ്ടോ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പൂമ്പൊടി കൊണ്ടുപോയി വെച്ച് പോളിനേഷൻ നടത്തുന്നത്. പച്ചയായിട്ടുള്ളത് പുതിയതായിട്ട് വിരിഞ്ഞതാണ്. ഇന്നത്തെ നമ്മുടെ പൂമ്പൊടിയൊക്കെ കൊണ്ടുപോയി വെച്ച് ഒന്ന് പോളിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് പതുക്കെ ചുവന്ന കളറാവും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വരുന്നത് ചുവന്ന കളർ വന്നേക്കണുണ്ടോ. അതുപോലെ ആ ഗ്രീൻ കളർ മാറി ഒരു ബ്രൗണി ഷെയ്ഡ് വരും ഇതിനകത്തൊക്കെ വന്നേക്കുന്ന പോലെ. ഇതൊക്കെ പോളിനേറ്റ് നമ്മൾ ചെയ്തതാണ്. ഇത് ഇതിനകത്തും ചെയ്തതാണ്. അപ്പോൾ ഫുള്ള് ബ്രൗൺ ആവും പോളിനേറ്റ് ആയി കഴിയുമ്പോൾ. പോളിനേറ്റ് ആവാത്ത ഫ്രഷായിട്ട് വിരിഞ്ഞ പൂവാണ്. ഫ്രഷായിട്ട് വിരിഞ്ഞേക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്ന സെൻറ്ററിൽ കാണുന്ന പച്ച കളർ കാണുന്നത് ഗ്രീൻ ഉണ്ടോ. 3-4 പച്ച ഉണ്ടോ. ഇത് വിരിയാൻ പോകുന്ന മുട്ടാണ്. ഇതാണ് ഫീമെയിൽ പോളിനേറ്റ്. നമ്മൾ പൂമ്പൊടി നമുക്ക് ലൈവായിട്ട് രണ്ടും രണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു. ആൺചെടിയും പെൺചെടിയും വെവ്വേറെയാണ്. ഇത് പെൺപൂവാണ്. പെൺപൂവിൻ്റെ ഇതിൽ ഇതേമാതിരി ഉരുണ്ട് തണ്ടായിരിക്കും. ചെറിയ തോതി ഉരുണ്ട് ചെറിയ ബോൾ പോലെയായിരിക്കും അതിൻ്റെ തണ്ട് വരുന്നത്. ആൺപൂവിനകത്ത് കോലിൻ്റെ അറ്റത്തൊരു മഞ്ഞ കളറോ അങ്ങനെ എന്തെങ്കിലും കളറായിരിക്കും വരിക. ഇതിൻ്റെ അപ്പർ പിക്ചർ ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഇതാണ് ഇതിൻ്റെ അപ്പർ പിക്ചർ. ഒരു വശം ഞാൻ എൻ്റെ ഉള്ളിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ മേലത്തെ അടപ്പ് നോക്കിയേ, നല്ല പച്ചയും ചുമ, നല്ല ഭംഗിയില്ല കാണാൻ. ഇത് നമ്മുടെ ഹൈബ്രിഡാണ്. നമ്മളിവിടെ വിത്ത് മുളപ്പിച്ചതാണ്. എൻ്റെ തന്നെ വേറൊരു മെയിൽ ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, മെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞുകൊണ്ട്. കാണാത്തവർ അതൊന്ന് കാണുക. നിങ്ങളിത് കണ്ടോ, നമ്മുടെ ഒരു ചെടിക്കകത്ത് ഇവിടെ ചെറുതായിട്ടൊരു ബൾജ് ചെയ്ത് വന്നേക്കുന്നതുണ്ടോ, ചെറിയ ഗ്രീൻ കളറിൽ ആ ഷൂട്ടിൽ. ഇതൊരു മുട്ട് വരുന്നതാണ് ചെടിക്കകത്ത്. ഇതിൽ നേരത്തെ ഒരു മുട്ടുണ്ടായിരുന്നു, പൂവുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്നത്. ഇവിടെ നിന്ന് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്ത് നമ്മൾ കളയുകയാണ് ചെയ്തത്. ആ പൂ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കളഞ്ഞു. കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ബാക്കി ലെൻസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ കട്ട് ചെയ്ത് കളഞ്ഞ നെപ്പന്തിസിൻ്റെ തണ്ടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വെയിലിനകത്ത് ചെറിയൊരു തണ്ടിനകത്തൊരു ഇതാണ് വരും. അതേമാതിരി സ്വെല്ലനായിട്ടുണ്ടാവില്ല എന്നത്. ഇത് കണ്ടോ നിങ്ങൾക്ക്, എൻ്റെ വിരലിൻ്റെ ചെറിയൊരു തണ്ടിനകത്ത് അറ്റത്ത് പൂമ്പൊടി വരുന്നത്. ഇത് ഉണങ്ങിപ്പോയതാണ്. നമ്മളിതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, കാണാത്തൊന്ന് കണ്ടേക്കുക. ഉണ്ടോ, ഇതാണ് അതിൻ്റെ പൂവ്. അത്യാവശ്യം നല്ല നീളമുണ്ട് അതിന്. ഒരു 1-1.5 അടി നീളം ഉണ്ടായിരുന്നു ആ പൂവിന്. ഇത് ഉണങ്ങിപ്പോയി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാണ്. നമുക്ക് പൂമ്പൊടി എടുത്ത് വെക്കാത്തതുകൊണ്ട് നമുക്കൊരബദ്ധമായി. നമ്മളെന്നിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് പൂമ്പൊടി വാങ്ങുകയാണ് ചെയ്തത്. ഇതൊരു പുതിയ മുട്ട് വരുന്നതാണ്. ഇത് ഓൾറെഡി നമുക്ക് ആൺചെടിയാണെന്ന് നമ്മൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് ഇത് അടുത്ത മുട്ട് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ പൂമ്പൊടി കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കണം. നമുക്ക് ഇതേമാതിരി പൂവ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പൂമ്പൊടി ആ സമയത്ത് ചെടി ഇല്ലെങ്കിൽ